ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോർപ്പറേറ്റ് റെഗുലേഷനിലെ ഫിഫ്ത്ത് ചാപ്റ്റർ ആയിട്ടുള്ള കമ്പനി മീറ്റിംഗ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ നമ്മുടെ ഫിഫ്ത്ത് മൊഡ്യൂളിലെ ഒരു ചാപ്റ്റർ ആണ് കമ്പനി മീറ്റിംഗ്സ്. ഫിഫ്ത്ത് മൊഡ്യൂളിലെ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്, വൈൻഡിങ് അപ്പും അതുപോലെ തന്നെ കമ്പനി മീറ്റിംഗ്സ്. അപ്പോൾ കമ്പനി മീറ്റിംഗ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പല പാർട്ടുകളായിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കമ്പനി മീറ്റിംഗ്സിലെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പൊ ആദ്യം തന്നെ ഇവിടെ പറയുന്നത് എന്താണ്, കമ്പനി മീറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് കമ്പനി മീറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ. കമ്പനി മീറ്റിംഗ്സ് മീൻസ് കമ്മിങ് ടുഗദർ ഓഫ് അറ്റ്ലീസ്റ്റ് quorum of members in order to transact either ordinary or special business of the company. അതായത് കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ തീരുമാനിക്കാനായിട്ട് ഒരു കൂട്ടം ആളുകൾ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള വേർഡ് എന്താണ്, quorum of members എന്നുള്ളതാണ്. ഇവിടെ quorum എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അത് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ മിനിമം ഇത്ര നമ്പർ ഓഫ് മെമ്പേഴ്സ് അതിന് പങ്കെടുക്കണമെന്നുണ്ട്. അപ്പോൾ ആ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് പങ്കെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു വാലിഡ് ആയിട്ടുള്ള മീറ്റിംഗ് ആവില്ല. അതാണ് quorum എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ എല്ലാ മെമ്പേഴ്സും അല്ലെങ്കിൽ ആ ഒരു quorum എത്രയാണോ ആ അത്രയും മെമ്പേഴ്സ് കൂടി ചേർന്ന് എന്ത് ചെയ്യുന്നു, കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കമ്പനി മീറ്റിംഗ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി മീറ്റിംഗ്സ്. കമ്പനി മീറ്റിംഗ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് നോക്കുക, ടു ഓർ മോർ പേഴ്സൺ മസ്റ്റ് ബി പ്രസന്റ്. രണ്ടോ അതിൽ കൂടുതൽ ആളുകളോ പ്രസന്റ് ആയിരിക്കണം എവിടെ, കമ്പനി മീറ്റിംഗ്സിൽ. ഈ പോയിന്റ് ഓർത്ത് വെക്കുക. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളുടെ നെക്സ്റ്റ് ഹെഡിങ്ങിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്, അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, നോട്ടീസ് ഈസ് എസെൻഷ്യൽ. കമ്പനി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്ന നോട്ടീസ് എസെൻഷ്യൽ ആണ്, നിർബന്ധമാണ്. നെക്സ്റ്റോ, held at a particular place, time and date. ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ഒരു പെർട്ടിക്കുലർ ടൈമിലായിരിക്കും എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, കമ്പനി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, must be held as per provision of Companies Act. കമ്പനി ആക്ടിന്റെ പ്രൊവിഷൻസ് അനുസരിച്ചുകൊണ്ട്, കമ്പനി ആക്ടിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അവയെല്ലാം ഫോളോ ചെയ്ത് വേണം നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യാനായിട്ട്, നമ്മുടെ കമ്പനി മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഹെഡിങ് നോക്കുക, വൺ മെമ്പർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ മീറ്റിംഗ്. നമ്മൾ പറഞ്ഞു രണ്ടോ അതിൽ കൂടുതൽ ആളുകളോ മീറ്റിംഗ് പങ്കെടുക്കണം എന്ന് പറഞ്ഞല്ലേ, മീറ്റിംഗിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സിലെ ഫസ്റ്റ് പോയിന്റ് അതായിരുന്നു. അപ്പോ ചില സിറ്റുവേഷൻസിൽ ഒരാളെ മീറ്റിംഗിൽ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ മീറ്റിംഗിൽ കണ്ടക്ട് ചെയ്യല്ല, മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത സമയത്ത് ഒരാളെ മീറ്റിംഗിൽ എന്ത് ചെയ്യുന്നുള്ളൂ, പങ്കെടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ചില സിറ്റുവേഷൻസ് അത് വാലിഡ് ആണ്. ആ സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത്, മീറ്റിംഗ്സ് കൺവെൻഡ് ബൈ ട്രിബ്യൂണൽ. മീറ്റിംഗ് ആര് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിബ്യൂണൽ വിളിക്കുന്ന സിറ്റുവേഷൻസിൽ ഒരാൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ മീറ്റിംഗ് എന്താണ്, വാലിഡ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ക്ലാസ് മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ ക്ലാസ് മീറ്റിംഗിലും ഒരാൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളെങ്കിലും അത് വാലിഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും. നെക്സ്റ്റ്, ആബ്സെൻസ് ഓഫ് കോറം ആൻഡ് അഡ്ജേൺഡ് മീറ്റിംഗ്. അതായത് ഒരു പ്രാവശ്യം നമ്മൾ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത സമയത്ത് കോറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, മിനിമം നമ്പർ ഓഫ് ആളുകൾ ആ മീറ്റിംഗിൽ പങ്കെടുക്കണം എന്നായിരുന്നു അല്ലെ. അപ്പൊ മിനിമം നമ്പർ ഓഫ് ആളുകൾ പങ്കെടുത്തില്ല, ഒരാൾ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു ആദ്യത്തെ സിറ്റുവേഷനിൽ അത് എന്തായി, ഇൻവാലിഡ് ആയിട്ടുള്ള മീറ്റിംഗ് ആയി അല്ലെ. അപ്പൊ വീണ്ടും ഈ കാര്യത്തെ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാണ്. ആ സിറ്റുവേഷനിലും ഒരാൾ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഒരാള് പങ്കെടുത്തിട്ടു ഉള്ളൂ എന്ന് വിചാരിക്കുക, എങ്കിൽ പോലും എന്താണ്, ആ മീറ്റിംഗ് വാലിഡ് ആയിട്ടുള്ള മീറ്റിംഗ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു മെമ്പറെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ചില സിറ്റുവേഷൻസിൽ അത് വാലിഡ് ആയിട്ടുള്ള മീറ്റിംഗ് ആയിരിക്കും. അത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് അത് വാലിഡ് ആവുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ടൈപ്സ് ഓഫ് കമ്പനി മീറ്റിംഗ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് കമ്പനി മീറ്റിംഗ്സ് ആണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഒരു 4 ടൈപ്പ് ഓഫ് കമ്പനി മീറ്റിംഗ് ആണുള്ളത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ മുഴുവനായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് ഇതിന്റെ സബുകളായിരിക്കും. അതായത് ഈ കമ്പനി മീറ്റിംഗ്, ടൈപ്പ് ഓഫ് കമ്പനി മീറ്റിംഗ്സിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ് പറയുന്നത്,
മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ്, മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ്, മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഇങ്ങനെ 4 കൈൻഡ്സ് ഓഫ് മീറ്റിംഗ് ആണുള്ളത്. അതിൽ ആദ്യത്തെ മീറ്റിംഗ് എന്താ പറയുന്നത്? മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോ ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ whom the business of the company is conducted are known as directors. ആരിലൂടെയാണോ ബിസിനസിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്, ആളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഡയറക്ടർ എന്ന് പറയുന്നത്. ഈ ഡയറക്ടേഴ്സ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവര് കണ്ടക്ട് ചെയ്യുന്ന മീറ്റിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ്, അല്ല എന്നുണ്ടെങ്കിൽ ബോർഡ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന മീറ്റിംഗ് ആണ് മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ് അഥവാ ബോർഡ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ആരിലൂടെയാണ് ബിസിനസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്, ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അവര് കണ്ടക്ട് ചെയ്യുന്ന മീറ്റിംഗിലെ നമ്മൾ എന്ത് പറയും? ബോർഡ് മീറ്റിംഗ് അഥവാ മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ് എന്നാണ് പറയാ. പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ബോർഡ് മീറ്റിംഗ് ആണ്. ബോർഡ് മീറ്റിംഗ് എങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യണം, അതിന്റെ ഫ്രീക്വൻസി എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോക്കുക. ഫസ്റ്റ് മീറ്റിംഗ് ഹെൽഡ് വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 30 ദിവസത്തിന് ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ആദ്യത്തെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? മിനിമം 4 മീറ്റിംഗ് ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷുഡ് ബി ഹെൽഡ് എവരി ഇയർ. എല്ലാ വർഷവും മിനിമം 4 പ്രാവശ്യമെങ്കിലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ്? എ മാക്സിമം ഗ്യാപ്പ് ഓഫ് 120 days can be between 2 consecutive meeting of the board. അതായത് 2 മീറ്റിംഗിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് മാക്സിമം എത്ര വരെ പോവാൻ പാടുള്ളൂ? 120 ദിവസങ്ങൾ മാത്രമേ ആവാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ ആവാൻ പാടില്ല. ഒരു മീറ്റിംഗ് കഴിഞ്ഞ് 120 ദിവസത്തിന് ഉള്ളിൽ അല്ലെങ്കിൽ 120 ദിവസമായിരിക്കണം എന്തെന്ന് പറയുന്നത് ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. 121 122 ആവരുത്. ആ ഗ്യാപ്പിനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? അടുത്ത മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ഹെഡിൽ എന്താണ് പറയുന്നത്? നോട്ടീസ് ഓഫ് ദി മീറ്റിംഗ്. A minimum 7 days notice in writing should be sent to every director at his address by hand or by post or by electric means. അതായത് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന 7 ദിവസത്തിന് മുൻപായിട്ട് എല്ലാ ഡയറക്ടേഴ്സിനും ഈ നോട്ടീസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? അയച്ചിട്ടുണ്ടായിരിക്കണം. നേരിട്ട് വേണമെങ്കിൽ കൊണ്ടു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റ് വഴി അദ്ദേഹത്തിന് അഡ്രസ്സിൽ അയക്കാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ഇലക്ട്രോണിക് മീൻസ്, ഇങ്ങനെ ഏതെങ്കിലും വഴിയിലൂടെ എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം? മീറ്റിംഗിന്റെ നോട്ടീസ് ഡയറക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ഹെഡിൽ എന്താണ് പറയുന്നത്? ബോർഡ് മീറ്റിംഗ് ത്രൂ വീഡിയോ കോൺഫറൻസിങ് ഓർ അതർ ഓഡിയോ വിഷ്വൽ മീൻസ്. വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഓഡിയോ വിഷ്വൽ മീൻസിലൂടെയോ നമുക്ക് എന്ത് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും? ബോർഡ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ബോർഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ കൈൻഡ്സ് ഓഫ് മീറ്റിംഗ് പറഞ്ഞപ്പോൾ അതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബോർഡ് മീറ്റിംഗിനെ കുറിച്ചാണ് ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മറന്നു പോവരുത്. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ വീഡിയോ കോൺഫറൻസിലൂടെയും നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യാണ്? ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? വാലിഡ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ്. ആ സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റിൽ എന്താണ് പറയുന്നത്? safeguard the integrity of the meeting by ensuring sufficient security. നമ്മൾ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം? നമ്മുടെ പല ഡാറ്റാസും അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻസ് എല്ലാം നമ്മൾ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ? അത് ലീക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സഫീഷ്യന്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി നമ്മൾ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? നെസസറി അറേഞ്ച്മെന്റ് ടു അവോയ്ഡ് ഫെയിലിയർ ഓഫ് വീഡിയോ ഓർ ഓഡിയോ കണക്ഷൻ. നമ്മൾ വീഡിയോയിലൂടെയും ഓഡിയോയിലൂടെയും ഒക്കെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ? ആ സമയത്ത് ഒരു തരത്തിലുള്ള ഫെയിലിയറും അല്ലാന്നുണ്ടെങ്കിൽ ഓഡിയോ കട്ടായി പോവുക അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ലാതെ പോവുക, ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും വരാതെ എല്ലാവർക്കും ഒരേ സമയത്ത് ഒരേപോലെ എല്ലാ കാര്യങ്ങളും വിട്ടുപോവാതെ എന്ത് ചെയ്യണം? കേൾക്കാനായിട്ട് ഉള്ള അറേഞ്ച്മെന്റ്സ്, അതായത് വീഡിയോ ആയാലും ഓഡിയോ ആയാലും നല്ല രീതിയിൽ കേൾക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്.
നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഗീവ് ഡ്യൂ അറ്റൻഷൻ ടു റെക്കോർഡ് പ്രൊസീഡിങ്സ് ആൻഡ് പ്രിപ്പയറിംഗ് ദ മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗ്. നമ്മളിങ്ങനെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയും അല്ലെങ്കിൽ ഓഡിയോ കോൺഫറൻസിങ്ങിലൂടെയൊക്കെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നതിനെ കുറിച്ചുള്ള മിനിറ്റ്സും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? നോ പേഴ്സൺ അതർ ദാൻ കൺസേൺ ഡയറക്ടർ ഈസ് അറ്റൻഡിങ് ദ മീറ്റിംഗ്. അതായത് ഡയറക്ടർ ആരാണോ അദ്ദേഹം തന്നെയാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടത്. അതിന് പകരമായിട്ട് ആൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല? മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് പാടില്ല. ഈ വീഡിയോ ഓഡിയോ കോൺഫറൻസിങ് ആകുന്ന സമയത്ത് ഒരാൾക്ക് പകരം ഇപ്പൊ ഡയറക്ടർ ഞാനാണെങ്കിൽ എനിക്ക് പകരം വേറെ ആരെങ്കിലും വന്നത് എന്ത് ചെയ്യാൻ പാടില്ല? അറ്റൻഡ് ചെയ്യാനായിട്ട് പാടില്ല. ഞാനാണ് ഡയറക്ടർ എങ്കിൽ ഞാൻ തന്നെ അത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? The chairperson shall ensure that the required quorum is present throughout the meeting. അതായത് മീറ്റിംഗ് അവസാനിക്കുന്നത് വരെ ആ quorum ഓഫ് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പ്രസന്റ് ആയിരുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് ആരാണ്? ചെയർപേഴ്സൺ ആണ്. എന്താണ് quorum എന്നുള്ളത് ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞു. എന്താണ് quorum എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ആ മീറ്റിംഗ് വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ മിനിമം നമ്പർ ഓഫ് ആളുകൾ ആ മീറ്റിംഗിൽ പങ്കെടുക്കണമെന്നുണ്ട്. അതാണ് കോറം എന്ന് പറയുന്നത്. ഈ കോറം എന്ന് പറയുന്ന വാക്ക് എന്താണ് മീറ്റിംഗിന്റെ കോറം എന്നുള്ളത് 2 മാർക്കിനൊക്കെ ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ള കാര്യമാണ്. അപ്പൊ പലപ്പോഴായിട്ട് നമ്മൾ ഇത് പറയുന്നുണ്ട്. അപ്പൊ അത് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? പാർട്ടിസിപ്പൻസ് അറ്റൻഡിംഗ് ദ മീറ്റിംഗ് ത്രൂ ഓഡിയോ വിഷ്വൽ മീൻസ് ആർ ഏബിൾ ടു ഹിയർ ആൻഡ് സീ ദ അതർ പാർട്ടിസിപ്പൻസ് ക്ലിയർലി. അതായത് ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും പരസ്പരം എന്ത് ചെയ്യാൻ പറ്റണം? കാണാനും അവർ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കേൾക്കാനും സാധിക്കണം. നമ്മൾ ചില ഗൂഗിൾ മീറ്റിലൊക്കെ ക്ലാസ് വെക്കുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? അവരുടെ വിഷ്വൽ അവരെന്ത് ചെയ്യും? ഓഫ് ചെയ്ത് വെക്കും അല്ലെ? സൗണ്ട് ഓഫ് ചെയ്ത് വെക്കും. അപ്പൊ അവരെന്താ ചെയ്യുന്നത് നമുക്കറിയില്ല അല്ലെ? മറ്റുള്ളവർക്ക് അറിയില്ല അവരെന്താ ചെയ്യുന്നെന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യാനായിട്ട് പാടില്ല? ഈ മീറ്റിംഗിൽ ഒരു ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. പരസ്പരം കാണാനും കേൾക്കാനും കഴിയണം എന്നുള്ളതാണ് പറയുന്നത്. At the end of the discussion on each agenda item, the chairperson of the meeting shall announce the summary of decision taken. ഇവിടെ അജണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മുടെ ടോപ്പിക്, അതാണ് അജണ്ട എന്ന് പറയുന്നത്. അപ്പൊ ഈ അജണ്ട എന്ന് പറയുന്നതും 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഓരോ മീറ്റിംഗിലും മീറ്റിംഗ് കഴിയുന്ന സമയത്തും എന്താണ് ആ മീറ്റിംഗിൽ നമ്മൾ എടുത്തിട്ടുള്ള ഡിസിഷൻ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സമ്മറി ആര് പറഞ്ഞിട്ടുണ്ടായിരിക്കണം? ചെയർപേഴ്സൺ ആ മീറ്റിംഗിന് എന്തില് പറഞ്ഞിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? The draft minutes of the meeting shall be circulated among all the directors within 15 days of the meeting, either in writing or in electronic mode. അതായത് മീറ്റിംഗ് നടത്തിയതിനു ശേഷം 15 ദിവസത്തിന് അകം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഓരോ ഡയറക്ടേഴ്സിനും എന്താണ് മീറ്റിംഗിൽ എടുത്തിട്ടുള്ള ഡിസിഷൻ എന്ന് കാണിക്കുന്ന മിനിറ്റ്സ് എങ്ങനെ നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും? ഒന്നെങ്കിൽ റൈറ്റിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് മോഡിൽ ഓരോ ഡയറക്ടേഴ്സിന്റെ അടുത്തും എത്തിയിട്ടുണ്ടായിരിക്കണം. എന്താ മിനിറ്റ്സ്? മീറ്റിംഗിന്റെ അവസാനം എന്താണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളത് മിനിറ്റ്സിൽ ഉണ്ടാവൂലേ? ആ മിനിറ്റ്സ് ഓരോ ഡയറക്ടേഴ്സും വിത്തിൻ 50 ഡേയ്സിൽ എത്തിയിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ എത്തിക്കണം. നെക്സ്റ്റ് ഹെഡിങ്ങിൽ എന്താണ് പറയുന്നത്? മാറ്റേഴ്സ് നോട്ട് ടു ബി ഡീൽഡ് വിത്തിൻ എ മീറ്റിംഗ് ത്രൂ വീഡിയോ കോൺഫറൻസിങ് ഓർ അതർ ഓഡിയോ വിഷ്വൽ മീൻസ്. നമ്മൾ മുകളിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമുക്കൊരു ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊരു വീഡിയോ കോൺഫറൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇനി പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി ഓരോ പോയിന്റ്സിലും പറയുന്നത്. ആദ്യം എന്താ പറഞ്ഞിട്ടുള്ളത്? അപ്രൂവൽ ഓഫ് ദി ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അപ്രൂവൽ ഇതുവഴി നമ്മൾ നടത്താനായിട്ട് പാടില്ല. ഒരു ബോർഡ് മീറ്റിംഗ് വീഡിയോ കോൺഫറൻസിലൂടെ കണ്ടക്ട് ചെയ്ത് നടത്താനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. രണ്ടാമതായിട്ട് എന്താണ് പറയുന്നത്? ദ അപ്രൂവൽ ഓഫ് ദി ബോർഡ്സ് റിപ്പോർട്ട്. അതായത്
ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് വീഡിയോ കോൺഫറൻസിലൂടെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ബോർഡ് റിപ്പോർട്ടുകളും അപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? അപ്രൂവൽ ഓഫ് ദി പ്രോസ്പെക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? അപ്രൂവൽ നടത്താനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഓഡിറ്റ് കമ്മിറ്റി മീറ്റിംഗ്സും നമുക്ക് ഇതിലൂടെ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കില്ല. ലാസ്റ്റ് എന്താണ് പറയുന്നത്? അപ്രൂവൽ ഓഫ് ദി മാറ്റർ റിലേറ്റിംഗ് ടു അമാൽഗമേഷൻ മെർജർ, അതായത് അമാൽഗമേഷൻ അതുപോലെ തന്നെ മെർജർ റിലേറ്റഡ് ആയിട്ടുള്ള അപ്രൂവലും കാര്യങ്ങളും എവിടെ നടക്കില്ല എന്നാണ് പറയുന്നത്? ഓൺലൈൻ ആയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു വീഡിയോ കോൺഫറൻസിലൂടെയാണ് ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ നടത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ബോർഡ് മീറ്റിംഗ് വീഡിയോ കോൺഫറൻസിലൂടെ കണ്ടക്ട് ചെയ്താൽ വാലിഡ് ആണ്. എന്നാൽ പക്ഷെ ചില കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? നമുക്ക് അതിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ഹെഡിൽ എന്താണ് പറയുന്നത്? കോറം ആണ് പറയുന്നത് അല്ലെ. അപ്പൊ കോറം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 മാർക്കിനൊക്കെ ചോദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിനോട് ആഡ് ചെയ്ത് കുറച്ചൊക്കെ എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് കോറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/3 ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഓർ 2 ഡയറക്ടേഴ്സ് വിച്ച് എവർ ഈസ് ഹയർ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിന്റെ 1/3 അല്ലാന്നുണ്ടെങ്കിൽ 2 ഡയറക്ടേഴ്സോ ഇതിൽ ഏതാണ് വലുത് അതാണ് ഒരു മീറ്റിംഗ് വാലിഡ് ആവാനായിട്ടുള്ള കോറം എന്ന് പറയുന്നത്. അതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ ടോട്ടൽ ഒരു 9 ഡയറക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 9ന്റെ 1/3 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണല്ലേ. വേറൊരു കാര്യം എന്താ പറഞ്ഞിട്ടുള്ളത്? 2 ഡയറക്ടേഴ്സ്, അതിൽ കൂടുതൽ ഏതാണോ 1/3 അല്ലെങ്കിൽ 2 ഡയറക്ടേഴ്സ് അതിൽ കൂടുതൽ ഏതാണോ അതാണ് കോറം വാലിഡ് ആവാനായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ 1/3 ആണ് എന്തെന്ന് പറയുന്നത്? കൂടുതൽ. 1/3 9ന്റെ 1/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 3 ആണ്. 2നെയും കഴിഞ്ഞും കൂടുതൽ എത്രയാണ്? 3 ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു ടോട്ടൽ 3 ഡയറക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ 3ന്റെ 1/3 എത്രയാണ്? 1 ആണല്ലേ. അപ്പൊ 2 ഡയറക്ടേഴ്സ് ആണോ 1 ഡയറക്ടർ ആണോ കൂടുതലായിട്ട് വരുന്നത്? 2 ഡയറക്ടേഴ്സ് ആണ്. അപ്പൊ 3 ഡയറക്ടർ ഉള്ള ഒരു കമ്പനിയിൽ ആ ഒരു കോറം അല്ലെങ്കിൽ മീറ്റിംഗ് വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ 2 ഡയറക്ടേഴ്സ് ആയിരിക്കും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. എന്താണ് കോറം എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ഒരു സെന്റൻസ് എഴുതുകയും ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളും കൂടെ ആഡ് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? അജണ്ട. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, അജണ്ടയും 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, പുറത്ത് വെക്കുക. അപ്പൊ അജണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? അജണ്ട മീൻസ് തിങ്സ് ടു ബി ഡൺ. എന്താണോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന കാര്യം, ഒരു മീറ്റിംഗിൽ നമ്മൾ എന്താണോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതാണ് അജണ്ട എന്ന് പറയുന്നത്. അജണ്ട ഈസ് enclosed with notice. Each of the directors gives due consideration to the proposed business and comes with the necessary preparation for the discussion in the meeting. അതായത് നോട്ടീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ഡയറക്ടേഴ്സിന് അജണ്ടയും കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ആ മീറ്റിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നതെന്നാണ് അജണ്ടയിൽ ഉണ്ടാവുക അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റിംഗിൽ പങ്കെടുക്കാൻ നിങ്ങളുടേതായിട്ടുള്ള പ്രിപ്പറേഷൻ നടത്താനായിട്ടാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? അജണ്ട പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അജണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിന്റെ ഒരു ചുരുക്ക രൂപമായിരിക്കും, അല്ലെങ്കിൽ ആ ടോപ്പിക്കുകളായിരിക്കും അവിടെ പറഞ്ഞിട്ടുണ്ടാവുക. അത് നമുക്ക് മീറ്റിംഗിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയണം എന്നുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? അജണ്ട നോട്ടീസിനോടൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ആരാണ് ചെയർപേഴ്സൺ എന്നുള്ളതാണ്. ആരാണ് ചെയർപേഴ്സൺ? എവറി മീറ്റിംഗ് ഓഫ് ദി ബോർഡ് മസ്റ്റ് ഹാവ് എ ചെയർപേഴ്സൺ ടു പ്രിസൈഡ് ഓവർ ഇറ്റ്. അതായത് ഏതൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോഴും ആ മീറ്റിംഗിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത് ആരാണ്? ചെയർപേഴ്സൺ ആണ്. അപ്പോ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആരാണ് ഒരു ചെയർപേഴ്സൺ ആവേണ്ടത് എന്നുള്ള കാര്യം നമ്മുടെ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആർട്ടിക്കിൾസ് യൂഷ്വലി നെയിം ദ ചെയർപേഴ്സൺ who shall preside over the board meeting. If the articles do not name the chairperson, ചെയർപേഴ്സന്റെ പേര് ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ the directors may elect a chairperson of their meeting and also determine the period for which he is hold office. അപ്പൊ ഡയറക്ടേഴ്സ് എന്ത് ചെയ്യും? ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് ഒരു ചെയർപേഴ്സണെ ഇലക്ട് ചെയ്യുകയും എത്ര കാലമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കാലാവധി, എത്ര കാലമാണ് ചെയർപേഴ്സൺ ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ള കാര്യം തീരുമാനിക്കുകയും ചെയ്യും. അതാണ് ഒരു ചെയർപേഴ്സണെ കുറിച്ച് പറയുന്നത്.
നെക്സ്റ്റ് പറയുന്നത് എന്താണ്? റെസൊല്യൂഷൻ. ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ഡയറക്ടേഴ്സ് ബൈ പാസിംഗ് റെസൊല്യൂഷൻ ഓൺ മാറ്റേഴ്സ് പ്രസന്റഡ് ബിഫോർ ദം ഫോർ കൺസിഡറേഷൻ. അതായത് ഡയറക്ടേഴ്സ് എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് എന്തിലൂടെയാണ് എടുക്കുന്നത്? റെസൊല്യൂഷൻ പാസ്സാക്കുന്ന വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഡിസിഷൻസ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? വോട്ടിംഗ് എന്താന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു കാര്യം തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? നമ്മൾ വോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു മീറ്റിംഗിൽ രണ്ട് അഭിപ്രായങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് എന്ത് ചെയ്യും? അവിടെ വോട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവരും. അപ്പോൾ വോട്ടിങ്ങിലൂടെയാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്? തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈച്ച് ഡയറക്ടർ ഹാസ് വൺ നോട്ട്. ഓരോ ഡയറക്ടേഴ്സിനും എത്ര വോട്ടാണുള്ളത്? ഓരോ വോട്ട് വീതമാണുള്ളത്. ഇവിടെ നോക്കുക, ഇൻ ദ കേസ് ഓഫ് ആൻ ഇക്വാലിറ്റി ഓഫ് വോട്ട്സ്, അതായത് വോട്ടുകൾ ഒരുപോലെ വരികയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ 50 ഡയറക്ടേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 50 ഡയറക്ടേഴ്സിൽ രണ്ട് അഭിപ്രായങ്ങൾ വന്നു. ഈ രണ്ട് അഭിപ്രായങ്ങളിലും 25 വോട്ട് വീതമാണ് ഓരോന്നിനും വന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. നമ്മൾ പറഞ്ഞു രണ്ട് തീരുമാനങ്ങൾക്ക് 25 വോട്ട് വീതം വന്നു. ഇവിടെ ഡയറക്ടേഴ്സ് അടക്കം, അതായത് നമ്മുടെ ചെയർപേഴ്സൺ അടക്കം 50 ആളുകളായിരുന്നു വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് വിചാരിക്കുക. എന്താ പറയുന്നത്, രണ്ട് കാര്യങ്ങൾക്ക് ഈക്വൽ ആയിട്ടുള്ള വോട്ട് 25 എന്നുള്ള രീതിയിൽ വന്നു. അപ്പൊ നമുക്ക് അവിടെ ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല അല്ലെ? അപ്പൊ എന്താ ചെയ്യുന്നത്? ചെയർപേഴ്സൺ ഷാൾ ഹാവ് എ സെക്കൻഡ് ഓർ കാസ്റ്റിംഗ് വോട്ട്. ചെയർപേഴ്സൺ എന്ത് ചെയ്യാം? ഒരു പ്രാവശ്യം കൂടെ വോട്ട് ചെയ്യാം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ചെയർപേഴ്സൺ ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ എന്ത് ചെയ്തു? പിന്തുണച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25 26 വോട്ടുകളായിട്ട് പോകും അല്ലേ? അപ്പൊ 26 വോട്ട് എന്തിനാണോ വന്നിട്ടുള്ളത്? ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസിഷൻസ് എടുക്കുന്നത്. അതാണ് വോട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ കാസ്റ്റിംഗ് വോട്ട് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇങ്ങനെ അഭിപ്രായങ്ങൾ ഒരേ ഇതായിട്ട് വരുന്ന സമയത്ത് ചെയർപേഴ്സൺ എന്ത് ചെയ്യുന്നു? പിന്നെയും ഒന്നും കൂടി വോട്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വോട്ടിങ്ങിലൂടെ നമ്മൾ തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഫോളോയിങ് ആർ ദ സം ഓഫ് ഇമ്പോർട്ടന്റ് മാറ്റേഴ്സ് ഡിസൈഡഡ്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? ടു ഇഷ്യൂ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സും ഷെയർസും ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ മേക്ക് കോൾസ് ഓൺ ഷെയർസ്. ഷെയർസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോളുകൾ, ഫസ്റ്റ് കോള്, അലോട്ട്മെന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ട്രാൻസ്ഫർ ദ ഷെയർസ്. ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഡിവിഡൻഡ് ഫിക്സ് ചെയ്യുന്നതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇൻവെസ്റ്റ് ദ വെൽത്ത് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ വെൽത്ത് മറ്റൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ കമ്പനിയുടെ പോളിസീസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇവയൊക്കെയാണ് നമ്മൾ എന്തിലൂടെ തീരുമാനിക്കുന്നത്? നമ്മുടെ വോട്ടിംഗ് എന്ന് പറയുന്ന കാര്യത്തിലൂടെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹെഡിൽ എന്താണ് പറയുന്നത്? മീറ്റിംഗ് ഓഫ് കമ്മിറ്റി ഓഫ് ഡയറക്ടേഴ്സ്. In large companies, as a part of division of management work, subcommittees of the directors are constituted. ലാർജ് കമ്പനി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റിൽ എന്തുണ്ടായിരിക്കും? സബ് കമ്മിറ്റീസ് രൂപീകരിക്കും. എന്തിനു വേണ്ടിയിട്ട്? ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ നമ്മുടെ ഒരു കമ്പനിയിൽ നമ്മൾ പല പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് തിരിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ കോളേജുകളിൽ പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? മാനേജ്മെന്റിൽ എന്താ പറയുന്ന കമ്മിറ്റീസിനെ ഡിഫറെന്റ് ആയിട്ടുള്ള കമ്മിറ്റീസുകളായിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഓഡിറ്റ് കമ്മിറ്റി എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ പബ്ലിക് കമ്പനി പോലെയുള്ള കമ്പനീസിൽ സെൽഫ് ഡിസിപ്ലിൻ, അതേപോലെ തന്നെ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് മാനേജ്മെന്റ് സിസ്റ്റം എല്ലാം വരാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓഡിറ്റ് കമ്മിറ്റികൾ എന്ത് ചെയ്യുന്നത്? രൂപീകരിക്കുന്നത് എന്നാണ് പറയുന്നത്. These committees are constituted for ensuring self-discipline and for an effective and efficient management system in the public companies. Public കമ്പനിയിൽ effective ആയിട്ടുള്ള, efficient ആയിട്ടുള്ള, self-discipline ആയിട്ടുള്ള മാനേജ്മെന്റ് കാര്യങ്ങളെല്ലാം വരാനായിട്ടാണ് നമ്മൾ എന്ത് രൂപീകരിക്കുന്നത്? ഓഡിറ്റ് കമ്മിറ്റി പോലെയുള്ള കമ്മിറ്റീസ് രൂപീകരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓഡിറ്റ് കമ്മിറ്റി. എല്ലാ ലിസ്റ്റഡ് കമ്പനീസും, എവറി ലിസ്റ്റഡ് കമ്പനീസ് ആൻഡ് പബ്ലിക് കമ്പനീസ്, എല്ലാ ലിസ്റ്റഡ് കമ്പനീസും പബ്ലിക് കമ്പനീസും എന്ത് രൂപീകരിച്ചിട്ടുണ്ടായിരിക്കണം? ഓഡിറ്റ് കമ്പനീസ് രൂപീകരിച്ചിട്ടുണ്ടായിരിക്കണം. അതിന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെയുള്ള കമ്പനീസിലാണ് നമ്മളിവിടെ ഇച്ചിരി ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 10 crore, അതായത് 10 കോടിയിലും കൂടുതലായിട്ട്, 10 കോടിയോ അതിലും കൂടുതലായിട്ട് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉള്ള കമ്പനീസ്. അല്ലാന്നുണ്ടെങ്കിലോ ടേൺ ഓവർ 100 crore, 100 കോടിയോ അതിൽ കൂടുതലോ ടേൺ ഓവർ ഉള്ള കമ്പനീസ്.
നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ലോൺസ്, ബോറോവിങ്സ്, ഡിബഞ്ചേഴ്സ്, ഡെപ്പോസിറ്റ് ഇതെല്ലാം എന്താണ്? 50 കോടിയിൽ കൂടുതലായിട്ടുള്ള കമ്പനീസും എന്ത് കണ്ടക്ട് അല്ലെങ്കിൽ എന്ത് രൂപീകരിച്ചിട്ടുണ്ടായിരിക്കണം? നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഫങ്ഷൻസ് ഓഫ് ദി ഓഡിറ്റ് കമ്മിറ്റി. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഒരു ഓഡിറ്റ് കമ്മിറ്റിക്ക് ഉള്ളത്? ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ദ റെക്കമെൻഡേഷൻ ഫോർ അപ്പോയിന്റ്മെന്റ്, റെമ്യൂണറേഷൻ ആൻഡ് ടേംസ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയിലെ ഓഡിറ്റേഴ്സിനെ റെക്കമെൻഡേഷൻ ചെയ്യുക, അപ്പോയിന്റ് ചെയ്യുക, അവർക്കുള്ള റെമ്യൂണറേഷൻസ് കൊടുക്കുക. ഇതൊക്കെയാണ് ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? റിവ്യൂ ആൻഡ് മോണിറ്റർ ദ ഓഡിറ്റേഴ്സ് പെർഫോമൻസ് ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ദി ഓഡിറ്റ് പ്രോസസ്. അവർ എത്രത്തോളം ഓഡിറ്റേഴ്സ് എത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക. എന്താണ് പറയുന്നത്? എക്സാമിനേഷൻ ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ഓഡിറ്റേഴ്സിന്റെ റിപ്പോർട്ടും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകളും എല്ലാം എക്സാമിൻ ചെയ്യുക. അതായത് ഓഡിറ്റ് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. Approval of any subsequent modification of transaction of the company with the related party. അതായത് കമ്പനി മറ്റൊരു കമ്പനിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് വരുന്നതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അപ്രൂവൽ. ഇത് ആരുടെ ഫംഗ്ഷൻ ആണ്? നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റിയുടെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നതാണ്. വാലുവേഷൻ ഓഫ് അണ്ടർടേക്കിംഗ് ഓർ അസറ്റ് ഓഫ് ദി കമ്പനി വേർ ഇറ്റ് ഈസ് നെസസറി. അതായത് ആവശ്യമായ സമയത്ത് കമ്പനിയിലെ അസറ്റിന്റെ വാലുവേഷൻസ് നടത്തുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം. കമ്പനിയുടെ ഉള്ളിലുള്ള ഫിനാൻഷ്യൽ കൺട്രോളിനെ കുറിച്ച് അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റിനെ കുറിച്ചെല്ലാം ഉള്ള ഇവാലുവേഷൻസ് നടത്തുക. മോണിറ്ററിംഗ് ദ എൻഡ് യൂസ് ഓഫ് ഫണ്ട്സ് റൈസ്ഡ് ത്രൂ പബ്ലിക് ഓഫേഴ്സ് ആൻഡ് റിലേറ്റഡ് മാറ്റർ. ഷെയർ ഇഷ്യൂ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫണ്ട് ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിന്റെ യൂസിനെ കുറിച്ചുള്ള മോണിറ്ററിംഗ് നടത്തുക എന്ന് പറയുന്നതാണ് ലാസ്റ്റ് പോയിന്റ്. അപ്പൊ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ഒരു ഓഡിറ്റ് കമ്മിറ്റിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടിൽ പറയാനായിട്ടുള്ളത്. ഈ ചാപ്റ്റർ അവസാനിച്ചിട്ടില്ല, ഇനിയും ഓരോ പാർട്ടുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക.